പ്രകൃതിയിലോട്ട് ഈ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള സർവ്വ കാര്യങ്ങളും പ്രകൃതിയിൽ പോയി തിരിച്ച് മടങ്ങി അവിടെ പോയി റെസ്റ്റ്. പിന്നെ അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി, പിന്നെ അതിലേക്ക് പോയി മടങ്ങി. അതാണ് ഈ പ്രകൃതി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പുരുഷൻ ഈ കാര്യത്തിൽ ഒരു ബന്ധമില്ല. നിർഗുണം പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങനെയും ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, സാക്ഷിയാണ്. ചുമ്മാ കണ്ടുണ്ട് സൂര്യൻ അവിടെ അങ്ങനെ നിൽക്കുന്നു, ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഭൂമി ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അതുപോലെ നോക്കി അതുപോലെ വല്ല അല്ല, ഉണ്ടാക്കിയ കാര്യമാണ് അവർ പറയുന്നത്. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് പുള്ളി ഉണ്ടാക്കിയതായിരുന്നു. അല്ല, ആ സാധനം കണ്ടിട്ടല്ല, കാരണം അന്ന് ഉണ്ടായിട്ടില്ല. ഇതുപോലെ ആയിരിക്കാം അതൊന്നും ചിന്തിച്ചിട്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ പറയുന്നതിനൊക്കെ ഒരു ജന്മിനെ കുറിച്ചാണ്. ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ അധികം ആക്റ്റീവായിട്ടല്ലാതെ ഒരു പ്രിൻസിപ്പിൾ വേണം ഇതെല്ലാം നടത്താൻ. അതുകൊണ്ട് കൃഷിനെ അവിടെ വെച്ചു, മുമ്പിലാക്കണ പോലെ പ്രകൃതി അവിടെ വെച്ചു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് തോന്നിച്ചത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ ഈ ഒറ്റ ക്വസ്റ്റ്യനാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്? ഇന്നലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെ ഉണ്ടാകുന്ന അദ്ദേഹം നോക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണെന്ന് നോക്കാതിരിക്കാൻ പറ്റും. അവിടെ ഒന്നുമില്ല. ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണെന്ന് ഒന്നുമില്ല. അപ്പോൾ ആ ഇല്ലായ്മയിൽ നിന്നാണ് എന്തെങ്കിലും ഉണ്ടാകുന്നത്. ഒന്നുമില്ലാത്തടത്തൊന്നും എന്തോ ഉണ്ടായി. ആ ഉണ്ടാകുന്നത് ഇങ്ങനെ ആയിരിക്കും എന്ന അദ്ദേഹത്തിൻ്റെ കർമ്മ ഗുണങ്ങളായിരിക്കും എന്നൊക്കെ പറയാം. പുരുഷൻ ഒന്നും ഒരു നിയന്ത്രണം, അങ്ങനെ ഹെൽപ്ലെസ്, സാക്ഷിയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് സാക്ഷിയായിട്ട് നിൽക്കുക. ഈശ്വരന് ആക്ച്വലി സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളുണ്ടായിരിക്കുകയും ബാക്കിയുള്ള കാര്യം നമ്മൾ ചെയ്യണമല്ലോ. നമ്മൾ ചെയ്യാതിരുന്നിട്ട് ഭഗവാനെ നമ്മൾ തേങ്ങ അടിക്കേണ്ടതാണ്. നിയന്ത്രിക്കുന്നില്ലേ? പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അത് പുരുഷഭാവത്തിലേക്ക് വന്ന ആളുകളാണ്. മിറക്കിൾസ് ഒക്കെ നടത്തിയിട്ട് മഴ പെയ്യും. പ്രകൃതിയിലൊരു മാറ്റം വരുത്തും. അത് പുരുഷന്റെ ആ പുരുഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു അവയർനെസ്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവയർനെസ്സിൽ അവിടെ നിൽക്കുന്ന ഒരാളൊന്നും ചെയ്യാനുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിന് താഴെ നിൽക്കുന്ന ഒരു കമ്പാഷനേറ്റ് ലെവലിലാണ് നിൽക്കുന്ന, അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ലെവലാണ്. ആ ലെവലിൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും. ഒരാൾ കിടന്ന് കരയാണെങ്കിൽ ഓടിപ്പോയി എന്തെങ്കിലും ചെയ്യാം, മറ്റൊരാളും ചെയ്യുമായിരിക്കാം. പക്ഷെ ഇയാൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ അസ്വസ്ഥതായിരിക്കും. മറ്റേ ആൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാര്യം നടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഒരാൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരാൾ. മറ്റേ ആൾ ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ അത് നല്ലതാണ്. കർമ്മികളൊക്കെയാണ് ആ വഴിയിരിക്കുന്നത്. വലിയ കർമ്മങ്ങൾ ചെയ്തിട്ട് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നടത്തും. അത് കുണ്ടലിനി യോഗത്തിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കും. കാരണം വെച്ചാൽ ഇതാണ് നോട്ട് ഓഫ് കമ്പാഷൻ എന്ന് പറയും. വിഷ്ണു ഗ്രഹിക്കുന്ന ഇതാ ഈ കമ്പാഷനൊക്കെ മാറുകയാണ്, ഡെവലപ്പ് ചെയ്തിരിക്കുക. ദൈവത്തിനെ പോലെ അടുത്തോട്ട് പോവുക. അപ്പോൾ അയാൾ ഭയങ്കര കമ്പാഷനാണ്. എന്തെങ്കിലും വിഷമമൊക്കെ കാണുകയാണെങ്കിൽ ആ വിഷമം കണ്ടോണ്ടായിരിക്കാൻ പറ്റും. എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ കണ്ട് ചെയ്ത് സെറ്റിൽ ചെയ്തിട്ട് പോകാൻ തോന്നിച്ചു. നല്ല സ്നേഹമുള്ള ഒരു പ്രകൃതക്കാണ്. അറിയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിഷമം കാണുമ്പോൾ എന്തെങ്കിലും ചെയ്തു. ഒരാൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാൽ തെറ്റി കുഴിയിൽ വീണപ്പോഴത്തേക്കും അതിന് പരമാവധി കുഴിയിലിട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ അവിടെ ഓടിച്ചാടി ഇറങ്ങി ആ കുഴിയിൽ നെടുപ്പയൊക്കെ വേണമെന്നവർക്ക് പരിചരിച്ച് എന്തെങ്കിലും സമാധാനമൊക്കെ കൊടുത്ത് ആ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ പോകാം. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ എത്രയോ വലിയ മഹാന്മാരുണ്ട്. ശരിക്കും പുരുഷനെ ആരാധിക്കേണ്ടത് പകരം ഒരു കാലത്ത് പ്രകൃതിയെ ആരാധിക്കുന്നു. പ്രകൃതിയുടെ ശക്തി. അപ്പോൾ
അതെങ്ങനെയായി പ്രകൃതി ശക്തികൾ ആരാധിക്കുന്ന സംഭവത്തിലേക്ക്? അല്ല, ഇത് കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന് ആരാധനയുടെ ആവശ്യമില്ല. അതൊക്കെ അറിയാമായിരിക്കും. റിച്വൽസ് ഒക്കെ ആ രൂപത്തിലാണോ പിന്നെ കടന്നു? റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രഡീഷനെ വന്നത് ഈ പ്രകൃതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന അഡ്വേഴ്സ് എക്സ്പീരിയൻസുകളിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മനസ്സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കാം, കാരണം വെള്ളപ്പൊക്കം വരികയാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് അപ്പോൾ എന്താണ് വരുണൻ എന്ന് പറഞ്ഞ ഒരു പ്രകൃതി ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയെ നമ്മൾ പ്ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പൂജ ചെയ്ത് വരുന്നതിനെ ഇങ്ങോട്ട് ആരാധിച്ച് അദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെടുത്തി കാര്യം നടത്താമെന്ന് ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നു. അവരെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവരായിട്ട് പോയിട്ട് മരം വെട്ടാനും മുറിക്കാനൊന്നും പോകത്തില്ല. വേറെ കുറേ ആളുകൾ പോയി മരം വെട്ടി മുറിച്ച് നശിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകും. വരുണനാണ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഇവരെ വരുന്നുണ്ട് വരുണനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും. ഇവർ രണ്ടുപേരെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ മരം മുട്ടിൽ ഇതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പക്ഷേ ഈ വരുണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ഒരു ഗുണമുണ്ട്, അയാളെ കൊണ്ട് പ്രകൃതിക്ക് വേറെ ദൂഷ്യമല്ല, ഗുണമല്ല, ദൂഷ്യമില്ല. പക്ഷേ അയാൾ സമാധാനമായിട്ടിരിക്കുക, എല്ലാം നോക്കിക്കൊള്ളും. അങ്ങനെ എല്ലാം നോക്കണം. വെള്ളപ്പൊക്കം വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. പ്രസാദം കോപം എന്നുള്ള രണ്ട് ഭാവങ്ങളൊക്കെ ഓരോ പ്രകൃതി സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ടായിരിക്കും ആൾക്കാരെ എണിപ്പിച്ചാൽ നമുക്ക് നല്ലതായിട്ട് വരും, അല്ലെങ്കിൽ ദോഷം കോപം വരും. അങ്ങനെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ വന്നത്. അങ്ങനെ ആയില്ല. പക്ഷേ നമ്മൾ ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമ്മളാണ് ഈ കുഴപ്പക്കാരനെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ തുടരെ വളർത്തുന്ന രീതിയിൽ നോക്കിയാൽ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കാം ഇന്ത്യയിലൊക്കെ. നമ്മളെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിനകത്ത് വന്ന് കയറുകയില്ല. ഒരു ഇൻഡിവിജ്വൽ വേറെ ഇൻഡിവിജ്വൽ നമ്മളിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ നമ്മളിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു കുഞ്ഞു ഭൂമിയിൽ വന്ന് നിഷ്കളങ്കനായി വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ അറിയാതെ ആ നിഷ്കളങ്ക സ്വരൂപത്തിനെ നമ്മൾ പതുക്കെ നമ്മുടെ ഒരു രീതിയിലേക്ക് അതിനെ പതുക്കെ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കും. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചോണ്ട് നമ്മുടെ രീതി നമ്മളാണ് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് നമ്മൾ തുലഞ്ഞ് കിടക്കുക. ആ തുലഞ്ഞ് കിടക്കുന്നവൻ ഇതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവന് അറിയാതെ അറിയാതെ പറ്റുന്നതാണ്. അതങ്ങനെ വേറൊക്കെ മാർഗങ്ങളുണ്ടാവും. അത് നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി പോകണം. കാരണം നമ്മുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ബീങ്ങിൻ്റെ അടുത്ത് നോർമലായി ഉണ്ടാവും. പ്രേമം ഭയങ്കരമായിട്ടുള്ള പ്രേമം നമ്മൾ ബീങ്ങിൻ്റെ അടുത്ത് അത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് പറയുന്നത്. ആ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അതാണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗ്രൗണ്ട്. ആ ബേസ് ഗ്രൗണ്ടിൽ നല്ല അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കണം. കാരണം പ്രകൃതിക്ക് ഒന്നും അറിഞ്ഞാത്ത ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് ചുറ്റും നിൽക്കുന്നവർക്ക് ഇന്നസെൻസ് നമുക്ക് വരുമ്പോൾ അവരും ഇന്നസെൻ്റായി കുട്ടിയെ പോലെ ആയിപ്പോവുകയും അതുകൊണ്ടല്ലേ നമ്മൾ വയ്ക്കുന്ന നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ നൽകുന്ന മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ വിളിക്കുന്നത്. സാധാരണ മക്കളെ ഇങ്ങോട്ടോ എന്നൊക്കെ പറയുന്നൊന്നും പറയില്ല. ചക്കരേ പൊന്നെ എന്നൊക്കെയല്ലേ വിളിക്കുന്നു. നോക്കണം, അതിൻ്റെ പ്രസൻസിൽ തന്നെ നമ്മൾ മാറുക. ഇനി അവനെ മാറ്റണം. നമ്മൾ ഇത്ര ലോലമായി ആ കൊച്ചിൻ്റെ പ്രസൻസിൽ മാറുന്ന നമ്മൾ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വളർത്തിയെടുത്ത് ഒരു നല്ല ഒരാളാക്കി മാറ്റണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ നല്ല ആൾ നമ്മുടെ രീതിയിലുള്ള ഒരു നല്ല ആളിനെ ആക്കിയെടുത്ത ഒരു സമാധാനമായി. ഈ കുഞ്ഞ് കടന്ന കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നമുക്ക് തന്നെ തിരിച്ചു നോക്കിയാൽ നമുക്കറിയാം. എല്ലാ കാര്യത്തിലും ജയിലിട്ടാണ് അങ്ങോട്ട് കൊണ്ടൊന്നും തിരിയാൻ പറ്റില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് കുഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ് നടക്കുന്ന പ്രായമൊക്കെ വരുമ്പോഴേ എന്ത് ബുദ്ധിമുട്ടാണ്. ചാടി കൊച്ച ഇറങ്ങിപ്പോയി അങ്ങോട്ട് പോയി പുഴുവിനെ പിടിച്ച് തിന്നാൻ പോവുക, അല്ലെങ്കിൽ ഇറങ്ങി പോവുക. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്ത് പരീക്ഷിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അറിയാം. അത് നമ്മളെ അതൊക്കെ തന്നെയല്ല ഞാൻ പറയുന്നുള്ളൂ. അവൻ സ്വയം അവനെ ഒന്ന് ചെയ്ത് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കാതെ നമ്മളൊരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി അവനെ അതിനകത്ത് ഇട്ട് പഠിപ്പിക്കുക.
അങ്ങനെ അത് ചെയ്യും, ശ്രമം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നശിപ്പിക്കാനൊന്നും മതിയായിരുന്നു. നമുക്ക് എന്നെ വിടാൻ ഒക്കില്ല, കാരണം കുഴപ്പമില്ല. ഇതൊക്കെ പറക്കി തിന്ന വയറൊക്കെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകും. ഒരു കൊച്ചിനോട് ആരെ പേര് വിളിച്ചത്? കൊച്ചു പറഞ്ഞ അരുതുവാവൻ എന്റെ പേര്. എന്നാൽ അരുതുവാവൻ കൊച്ചിനോട് ഒരാൾ പേര് ചോദിച്ചു. കൊച്ചു പറയാം അരുതുവാവൻ. ഇപ്പൊ ഒരു ഫുൾ പോയിസൺ സീഡ് എടുത്ത് തിന്നു കഴിഞ്ഞാൽ അതങ്ങ് ചത്തു പോകുമല്ലോ. അപ്പം പിന്നെ അത് പ്രിവെന്റ് ചെയ്തല്ലേ പറ്റൂ. അത് ശരി. അല്ല, പ്രകൃതിക്ക് എങ്ങനെയൊരു നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണല്ലോ പ്രകൃതി ഉദ്ദേശിക്കുന്നത്. അത് പ്രകൃതി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അല്ല, എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രണ്ട് രീതികളുണ്ട് ഇതിനകത്ത്. പല രീതികളും ഉണ്ട്. ഓരോരുത്തരെ കണ്ടുപിടിച്ച് അത് പറഞ്ഞു. പക്ഷേ കുഞ്ഞിനെ നമ്മൾ ഇപ്പം പറഞ്ഞ ഈ സാധനം എടുത്ത് തിന്നാൻ പോകണം. ഈ പറഞ്ഞ ഒരു സാധനം എടുത്ത് അത് തിന്നാനായിട്ട് പോകാം. നമുക്ക് ഒരു അർജൻസി ഉണ്ട്. എടുത്ത് വായിക്കാതെടുക്കാൻ പോയി വായിക്കാതെടുക്കാൻ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അതിനു മുമ്പേ നമുക്കത് ചെയ്യണം. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഇത് അതിൻ്റെ അടുത്തോട്ട് പോകാൻ ഒരു സർക്കംസ്റ്റൻസ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ സമയത്ത് നമ്മൾ കെയർലെസ് ആയിരിക്കും. നമ്മൾ ഈ കുട്ടി ഈ സാധനത്തിൻ്റെ അടുത്ത് പോകും എന്നുള്ളത് നമ്മൾ കാണാതെ നമ്മൾ കെയർലെസ്സായി വേറെന്തോ കാര്യത്തിലില്ല. അങ്ങനെ കെയർലെസ്സായിട്ട് കുട്ടിയെ ഓർക്കാൻ പറ്റും. 100% അറ്റൻഷൻ മാത്രമേ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആരെ കൊണ്ടും പറ്റില്ല. ഈ 100% അറ്റൻഷൻ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആ ഓടി വരുമ്പോൾ എത്തിപ്പോയി ഈ സാധനത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓടിപ്പോയി അതിനെടുത്ത് മാറ്റി വയ്ക്കാൻ പറയാം. അല്ലേ, അത് എടുക്കുമെന്നുള്ള സാധനത്തിന് ഓടിപ്പോയി പിടിച്ചെടുത്ത് കളയാനും മാറ്റി. അപ്പോൾ കൊച്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു സാധനം കാണും. എന്താണെന്നൊന്നും അറിയില്ല. ഒരു സാധനം കണ്ടിട്ട് അതിലേക്ക് അവൻ്റെ മൈൻഡും ബോഡിയും ഒക്കെ മാറി അവൻ്റെ ഹാർമോൺസ് എല്ലാം ചെയ്ത് ഉത്സാഹമൊക്കെ വന്ന് അവൻ പതുക്കെ ഓടി അതിനോട് ഇറങ്ങി അങ്ങനെ ചെന്ന് ആ സാധനം പിടിക്കാൻ തുടങ്ങി. ഈ സാധനം പെട്ടെന്ന് അപ്പോഴാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഉണ്ടോ? പക്ഷെ അങ്ങനെ വളർത്താൻ പറ്റത്തില്ല. നമുക്ക് അത്രയും 100% അറ്റൻഷൻ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റത്തില്ല. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് പണം കൊണ്ടാക്കിയിട്ട് ഇതിനെ വളർത്താൻ പറ്റും. ഇപ്പോൾ കഷ്ടകാലത്തിൽ ഈ ലോകം മാറിപ്പോയിരിക്കുക. ലോകം മാറിയിരിക്കുന്ന ഈ മാറിയ ലോകത്ത് നമുക്ക് ഈ പറഞ്ഞ 100% പണ്ടങ്ങനെ ആയിരിക്കില്ല. കൊച്ചിനെ വിട്ടുപോയ അപകടമുണ്ട്. ഭയങ്കര ഹിംസ്ര ജന്തുക്കളൊക്കെ നാല് ചുറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ അറ്റൻഷനിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പണ്ട് വളർത്തിയെടുക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ തൊട്ടില്ല മറ്റേ അലാം ഘടിപ്പിച്ചൊക്കെ വെച്ചിട്ട് അതിനെ അവിടെ ഇട്ട് കൊച്ചു ഉണരുന്ന സമയത്ത് കുറച്ച് ഉണർന്ന് കുറഞ്ഞേരം ഈ കാലമൊക്കെ ആൻ്റെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ അലാം അടിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഓടി വന്ന് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടി തടവിയൊക്കെ ഉറക്കാൻ ശ്രമിക്കും. ഉറക്കിയിടണം. എനിക്ക് സമാനമായിട്ട് ബാക്കി ഞാൻ കണ്ട ഞാൻ കൊച്ചിനെ വളർത്തിയപ്പോൾ ഇങ്ങനെ കണ്ടു. മെഷീൻ കിടന്നു കഴിഞ്ഞാൽ അത് അമ്മയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടി അതുപോലെയൊക്കെ തട്ടി വളർത്തി അവസാനാകുമ്പോഴത്തേക്ക് ഇയാൾ കിടക്കുമല്ല. ഇയാൾ കിടക്കുമ്പോഴേ ബ്ലാങ്കറ്റാണെന്ന് പറഞ്ഞാൽ എടുത്ത് ഇങ്ങനെ തട്ടി അവസാനം അയാളെ തൂക്കിയെടുത്ത് പറയുമ്പോൾ ചെറുക്കം മോശക്കാരനായി. ഈ പയ്യനെ ഭയങ്കര മോശം ചെയ്യുന്ന പയ്യനായി മാറും. അത് ശരി. ഞാനിത് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്ത് അതിനത് ഇൻവോൾവ് ചെയ്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് അതിനുള്ള നേരമില്ല, സമയമില്ല, ഒന്നുമില്ല, മനസ്സതിനകത്ത് നിൽക്കില്ല. ഒരമ്മ ജനിക്കും. അല്ല, അമ്മയാകുമ്പോൾ ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അവരുടെ ശരീരത്തിൽ വന്ന ഹോർമോണൽ ചേഞ്ചസ് 6 മാസമെങ്കിലും മിനിമം നിൽക്കും. ലോകമേ അവരുടെ മുമ്പേ ഇല്ല. അമ്മയില്ല, അച്ഛനില്ല, ഭർത്താവില്ല, ആരുമേ ഇല്ല, കുഞ്ഞു മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ബോഡി മാറി അതിൻ്റെ കെമിസ്ട്രി മാറ്റിയിട്ടിരിക്കുക. പിന്നെ അത് കെയർഫുള്ളായിട്ട് പതുക്കെ അതിൽ നിന്ന് മാറി വന്നില്ലെങ്കിൽ അവരവിടെ തന്നെ ഫിക്സായി കിടക്കും. ഈ പ്രകൃതി നമ്മുടെ ശരീരത്തിൽ അങ്ങനെയൊക്കെ അങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോവും. കൊച്ചിനായിരുന്നു എടുക്കാൻ വന്നാൽ ഇവർ ഭയങ്കര ഭീകരമായിട്ട് അതിൻ്റെ പുറത്ത് വന്ന് വിളവൊക്കെ ഉണ്ടാക്കും.
കൊച്ചിനാണെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര അഭിപ്രായമാവും. സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞാലായി പിള്ളേർ കൊച്ചിനെ കാണിക്കില്ല. നമുക്കിവിടെയൊക്കെ അറിയാവുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്. കൊച്ചിനെ കാണിക്കത്തില്ല അമ്മ വന്ന് തൊടാൻ വന്നാൽ കൊച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് മോക്ക് തോന്നണം. മാനസികമായ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞില്ല, ആ എക്സ്ട്രീമിലേക്ക് പോകാമെന്ന്. അങ്ങനെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ആ എക്സ്ട്രീമിലേക്ക് പോകാം ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് ഇവൻ പാമ്പിനെ പിടിക്കാൻ പോകുന്നത് വരെ കാണാതിരുന്നിട്ട് ഓടി വന്ന് പാമ്പിനെ തല്ലിക്കൊല്ലുകയും ഇവനെ തൂക്കിയെടുത്ത് പാമ്പുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അവൻ കാണിക്കത്തൊന്നുമില്ല. അവൻ അവിടെ ലോകമായി പാമ്പുമായിട്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന ഇവനെ ബുസ്കെന്ന് തൂക്കിയെടുത്തങ്ങ് മാറ്റാം. അല്ലാതെ പാമ്പിനെ കറക്റ്റായിട്ട് എന്നാടിച്ചെന്ന് കൊല്ലുക. ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഈ മോഡേൺ വേൾഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കൂട്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം നമുക്ക് കുട്ടിക്ക് മനസ്സിലാവില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊച്ചിന് 1 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാം മനസ്സിലാവും, ലാംഗ്വേജ് മനസ്സിലാവും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് സ്നേഹബുദ്ധിയാൽ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമാധാനം നമുക്കില്ല. ഒന്നും വിചാരിക്കണം കൊച്ചൊന്നും മനസ്സിലാവില്ല, ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല, ലാംഗ്വേജ് ഇല്ലല്ലോ. നമ്മുടെ ഫീലിംഗ് ആണ് സെൻസ് ചെയ്യുന്നത്, നമ്മുടെ ഫീലിംഗാണ് ആദ്യം സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ പൂർണ്ണമായ ഫീലിംഗിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ അറിയാവുന്ന അതിന് മനസ്സിലാവുന്ന നമുക്ക് തോന്നുന്ന ഒരു ലാംഗ്വേജിൽ ഈ കാര്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് അത് പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തട്ടിപ്പറിക്കേണ്ട കാര്യമില്ല. ഞാനതൊക്കെ ചെയ്യുമ്പോൾ കിട്ടും. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ കൃത്യമായി മനസ്സിലാവും. 1 വയസ്സ് നമുക്കങ്ങനെ ചെയ്യാൻ നേരമില്ല. നമ്മളൊക്കെ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. എനിക്ക് തൊഴിലില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് നോക്കാനാണ് ചെയ്യാൻ പറ്റും. അതിനൊന്നും നേരമില്ല. ഇവിടെ ഓഫീസിൽ പോകേണ്ട, ജോലി ചെയ്യേണ്ട, പണം കിട്ടേണ്ട, എന്നാലേ ഭക്ഷണം ഉണ്ടാകാനും ബാക്കി കാര്യങ്ങൾ നടത്താനും പറ്റും. അതാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ